ആഭ്യന്തരമന്ത്രി തലസ്ഥാനത്തെത്തിയിരിക്കുന്നു. രാവിലെ 11:15 അമിത്ഷാ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. BJP ജനപ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുന്ന അമിത്ഷാ സംസ്ഥാന കോർ കമ്മിറ്റിയിലും വൈകിട്ട് നേതൃയോഗത്തിലും പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്ക് അദ്ദേഹം മാർഗനിർദ്ദേശം നൽകും. വിവരങ്ങളുമായി MS വീണയും മനോജും ചേരുന്നുണ്ട്. ആദ്യം വീണയിലേക്ക് പോകാം. വീണ, വെരി ഗുഡ് മോർണിംഗ്. ഈ തിരുവനന്തപുരം BJP പിടിച്ചെടുത്തതിന് തൊട്ടു പിന്നാലെ ഈ ദേശീയ നേതൃത്വത്തിൽ നിന്നും പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ടായിരുന്നു. കേരളം സന്ദർശിക്കും, തലസ്ഥാനത്തെത്തുമെന്നൊക്കെ. അതിതാ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കും. അമിത്ഷാ അനന്തപുരിയിൽ എത്തിയിരിക്കുകയാണ്. അനന്തപുരിയുടെ മുഖം മാറ്റാൻ ചില നിർണായക ചർച്ചകൾ കൗൺസിലർമാരുമായി നടത്തും. അതിനൊക്കെ മുന്നോടിയായി ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുമെന്നാണല്ലോ ലഭിക്കുന്ന വിവരം. എപ്പോഴാകും ദർശനം? ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായോ വീണ? അശ്വതി, കഴിഞ്ഞ ദിവസം രാത്രിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി സന്തോഷവും ഒപ്പം തന്നെ ആവേശവും നൽകുന്ന കാര്യമാണ്. കാരണം തിരുവനന്തപുരം നഗരസഭ BJP അധികാരത്തിലേറി തൊട്ട് പിന്നാലെ തന്നെ പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ എത്തുമെന്നുള്ള ഉറപ്പ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നൽകിയിരുന്നു. എന്നാൽ അതിന് മുന്നോടിയായി തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തുന്നതിൻ്റെ ഇരട്ടി ആനന്ദത്തിലാണ് തിരുവനന്തപുരത്തുകാർ. ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം എത്തി. ഇന്ന് ആദ്യം അദ്ദേഹത്തിൻ്റെ പരിപാടികൾ ആരംഭിക്കുന്നത് പത്മനാഭസ്വാമിയെ ദർശനം നടത്തിയതിനു ശേഷമായിരിക്കും. അദ്ദേഹം 11:15 ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ക്ഷേത്ര പരിസരം, പത്മനാഭ ക്ഷേത്ര പരിസരം ഇപ്പോൾ തീർത്തും സുരക്ഷാ വലയത്തിൽ തന്നെയാണ്. സംസ്ഥാന പോലീസിൻ്റെ നേതൃത്വത്തിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള സുരക്ഷയാണ് ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വടക്കേ നടയിലാണ് അദ്ദേഹം ദർശനത്തിനെത്തുക. 15 മിനിറ്റോളം ദർശനം നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപ ചടങ്ങ്, ആചാരപരമായ ചടങ്ങ് ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 56 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ്. ആ ചടങ്ങ് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അവസാന മുറജപം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ലക്ഷദ്വീപ ചടങ്ങാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനി 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ മഹത്തരമായിട്ടുള്ള അപൂർവമായിട്ടുള്ള ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഇങ്ങോട്ട് ദർശനത്തിനെത്തുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ക്ഷേത്രത്തിൻ്റെ പരിസരവും ഒപ്പം തന്നെ തിരുവനന്തപുരം നഗരവും കനത്ത സുരക്ഷയിൽ തന്നെയാണ്. കേന്ദ്രമന്ത്രി എത്തുന്നതോടനുബന്ധിച്ച് ഗതാഗതത്തിനടക്കം കർശനമായിട്ടുള്ള നിയന്ത്രണമുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഏർപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ഭക്തർക്ക് ദർശനം നടത്തുവാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഭക്തരെ കടത്തിവിടുന്നുണ്ട് ക്ഷേത്രത്തിലേക്കായി. വാഹനങ്ങളെ കടത്തിവിടുന്നതും ഒപ്പം തന്നെ വാഹനങ്ങൾ ക്ഷേത്ര പരിസരത്ത് പാർക്ക് ചെയ്യുന്നതിനുമാണ് ഇപ്പോൾ കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൃത്യമായി തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുന്ന ക്ഷേത്രത്തിലെ ജീവനക്കാരുടെ ഒപ്പം തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ദർശനത്തിനായി എത്തുന്ന ഭക്തരുടെയും വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. അവർക്ക് നിശ്ചിത സ്ഥലത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പാർക്കിങ്ങിനും ഇടം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ പോലീസ് നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഇവിടെ എത്തുന്ന ഭക്തരും നാട്ടുകാരും ഒക്കെ അനുസരിക്കുന്നുമുണ്ട്. കൃത്യമായി കേന്ദ്രമന്ത്രിയുടെ വരവുമായി സംബന്ധിച്ച കനത്ത സുരക്ഷയിൽ തന്നെയാണ് ക്ഷേത്ര പരിസരം. നമ്മൾ ക്ഷേത്ര പരിസരം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക ദീപാലങ്കാരങ്ങളാൽ, അത്തരത്തിലുള്ള അലങ്കാരങ്ങളാൽ തന്നെ മനോഹരമാണ്. അദ്ദേഹം എത്തുന്നതോടനുബന്ധിച്ച് മാത്രമല്ല, ഈ മുറജപത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അലങ്കാരങ്ങളൊക്കെ ഉള്ളത്. അദ്ദേഹം ഈ ഒരു ചടങ്ങിൽ എത്തുമ്പോൾ, ഈ ചടങ്ങ് നടക്കുന്ന സമയത്ത് എത്തുമ്പോൾ തന്നെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒപ്പം തന്നെ ക്ഷേത്ര ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി ആനന്ദം നൽകുന്ന കാര്യമാണ്. ഒപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തുമ്പോൾ ഒരു ദിവസത്തേക്കാണ് അദ്ദേഹം നിശ്ചിത പരിപാടികളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അദ്ദേഹം ഇവിടെ നിന്ന് തുടങ്ങി ഓരോ പരിപാടികളിലേക്ക് പങ്കെടുക്കും. ഒപ്പം തന്നെ നഗരസഭയിലെ BJPയുടെ ജനപ്രതിനിധികളുമായി അദ്ദേഹം കൂടിക്കാഴ്ചയൊക്കെ നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാർ കാത്തുവച്ചിരിക്കുന്ന എന്തെങ്കിലും പദ്ധതികളുടെ, കേരളത്തിനായും അതുപോലെ തന്നെ തിരുവനന്തപുരത്തിനായും കാത്തുവച്ചിരിക്കുന്ന എന്തെങ്കിലും പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയും ഓരോ തരത്തിലുള്ള ആൾക്കാർ, ഓരോ വ്യക്തികളിലുമുണ്ട്. ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നിരവധി ആൾക്കാർ, ഇവിടെ ദർശനത്തിനായി എത്തി മടങ്ങുന്ന ഭക്തരിൽ നിന്ന് ചിലർ ചോദിക്കുന്നുണ്ട്, അദ്ദേഹം വരുമ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുമല്ലോ, എപ്പോഴാണ് അദ്ദേഹം എത്തുക എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിരവധി പേർ ഇവിടെ അദ്ദേഹത്തിനെ കാണണമെന്നുള്ള ആഗ്രഹം കൂടി, ദൂരെ നിന്നായാലും ഒരു നോക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കാണണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. തന്നെയാണ് തലസ്ഥാനത്തെ ജനങ്ങളെല്ലാം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കാണാനുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഇനി നമുക്ക് മനോജിലേക്കൊന്ന് പോകണം. മനോജ്, നമുക്കറിയാം ഈ അനന്തപുരി, അതായത് അനന്തപുരി BJP പിടിച്ചെടുത്തതിന് ശേഷം കേന്ദ്ര നേതൃത്വത്തിൽ ചില നിർണായക പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നു. അതിന് ശേഷം അദ്ദേഹം അതേ വാഗ്ദാനം ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി തലസ്ഥാനത്തെത്തിയിരിക്കുന്നു.
ഇന്ന് ഈ ക്ഷേത്ര ദർശനത്തിന് ശേഷം എന്തൊക്കെ പരിപാടികളിലാകും, എന്തൊക്കെ നിർണായക ചർച്ചകളിലാകും അദ്ദേഹം പങ്കെടുക്കുക എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തലസ്ഥാന നഗരിയിലെ ജനങ്ങൾക്ക് വേണ്ടി അമിത്ഷാ എന്തെങ്കിലും സസ്പെൻസ് കൂടി കരുതി വെച്ചിട്ടുണ്ടോ? അശ്വതി 10:50 ഈ ഹൈസിൻസ് ഹോട്ടലിൽ നിന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുറപ്പെടുക. നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ദർശനം നടത്തും. അതായത് ഈ മുറജപത്തോടനുബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തിയതിന് പിന്നാലെയാണ് ജനപ്രതിനിധികളുടെ സമ്മേളനത്തിൽ, അത് BJP സംഘടിപ്പിക്കുന്ന ജനപ്രതിനിധികളുടെ സമ്മേളനം, അത് കവടിയാറിൽ നടക്കും. അവിടെ അദ്ദേഹം ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. തുടർന്ന് തന്നെ മറ്റ് നേതൃയോഗങ്ങളിൽ, അതായത് കോർ കമ്മിറ്റിയിലടക്കം കേന്ദ്രമന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇനി വരാനിരിക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കേന്ദ്രമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഏറെ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് ഒരു കോർപ്പറേഷൻ ഭരണം തന്നെ BJP പിടിച്ചെടുത്തിരിക്കുന്നു. അതിൻ്റെ തലപ്പത്തേക്ക് BJPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് VV രാജേഷ് എത്തിയിരിക്കുന്നു. അങ്ങനെ മേയർ സ്ഥാനം വരെ BJP വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അത് മാതൃകയാക്കി തീർക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടെ BJPയുടെ ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതായത് തിരുവനന്തപുരം നഗരത്തെ വികസനവൽക്കരിച്ചുകൊണ്ട് എല്ലാ ജനങ്ങളിലേക്കും ഈ വികസനം എത്തിക്കുക എന്നുള്ള ഒരു പ്ലാനോടുകൂടി തന്നെയാണ് ഇനിയുള്ള ഓരോ പടവുകളും BJP കയറുക. അത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. കാരണം ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനുകൂടെയുള്ള ഒരു പ്ലാനോടുകൂടി തന്നെയാണ് കേരളത്തിലെ BJP നേതൃത്വം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വികസന പദ്ധതികൾ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ളത് തന്നെയാണ്. ഒരു കേരളത്തിലെ ഒരു ഭരണതലത്തിലേക്ക് BJP എത്തുന്നു എന്നുള്ളത് ഏറെക്കാലം ഇനി മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഇനി വരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ആദ്യ പ്രതീക്ഷകളൊക്കെ തന്നെ ഇവിടെയുള്ള BJPയുടെ സംസ്ഥാന നേതൃത്വം അടക്കം പങ്കുവച്ച് കഴിഞ്ഞു. എന്തായാലും കേന്ദ്രമന്ത്രിയുടെ വരവ് അത് ഇനി വരാനിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവിന് മുന്നോടിയായാണ്. അതുകൊണ്ട് തന്നെ അത്രയും പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഓരോ BJP പ്രവർത്തകരും ഈ ഒരു വരവിനെ കാണുന്നത്, അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. എന്തായാലും അനന്തപുരിയിൽ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ ഇടങ്ങളിലാണ് എത്തുക. ആദ്യം എത്തുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ, അത് കഴിഞ്ഞ് കവടിയാറിലേക്ക് എത്തുന്നു. പിന്നീട് BJPയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം NDAയുടെ നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നു. ഇതിലെല്ലാം കൃത്യമായും പ്രവർത്തകർക്കും നേതാക്കൾക്കും വേണ്ട നിർദ്ദേശം അദ്ദേഹം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന പദ്ധതികൾ, അല്ലെങ്കിൽ ഈ കേരളത്തിന് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ അദ്ദേഹം അതിനെക്കുറിച്ച് കേന്ദ്ര നേതൃത്വം എന്തെങ്കിലും ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അറിയിപ്പ് കൂടെ അദ്ദേഹം നൽകും. എന്തായാലും ഇനിയുള്ള നിമിഷങ്ങൾ അത് കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്നത് കൂടിയാണ്. ഇനി അത് തന്നെയാണ്, ഒരുപാട് പ്രതീക്ഷകളാണ് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം അദ്ദേഹം BJP പ്രതിനിധികളുമായി ചർച്ച നടത്തും. അതിലൊക്കെ അനന്തപുരിയുടെ മുഖം മാറ്റാൻ തക്കവണ്ണം ഉള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ അത് കാത്തിരുന്ന് കാണാം.